ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT-KP അസ്ട്രോ സെൻറ്ററിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ഫെബ്രുവരി 28 ബുധൻ അസ്തമയത്തിലേക്ക് കടക്കുകയാണ്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 13 വരെയാണ് ബുധൻ്റെ അസ്തമന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട്, ചില രാശിക്കാർക്ക് ദോഷങ്ങളും ഉണ്ടാവും. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗുണാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചില രാശിക്കാരുണ്ട്, അവരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബുധൻ എന്ന ഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്രകാരമുള്ള മാറ്റങ്ങളൊക്കെയാണ് കൊണ്ടുവരിക എന്നതിനെക്കുറിച്ച് നോക്കാം. ബുധൻ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ബുദ്ധി, ആശയവിനിമയം, ബിസിനസ് കാര്യങ്ങൾ, സംയോജിതമായ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവൊക്കെ ബുധൻ്റെ കാരകത്വമാണ്. ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു രാശിയാണ് മിഥുനം. മിഥുനക്കൂറിൽ ജനിച്ചിട്ടുള്ള 3 നക്ഷത്രക്കാർക്ക്, അതായത് മകീരത്തിൻ്റെ അവസാനത്തെ അരയും തിരുവാതിര പുണർദത്തിൻ്റെ അവസാന 3/4 ഭാഗം കൂടിയതാണ്. മിഥുനക്കൂറിൽ ജനിച്ചിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ബുധൻ്റെ അസ്തമയം പല വിധത്തിലുള്ള മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്ന ജോലികളെല്ലാം തന്നെ കൃത്യസമയത്ത് പൂർത്തീകരിക്കാനൊക്കെ സാധിക്കും. അതുമാത്രമല്ല, സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാവുന്നതാണ്. ഇതുകൂടാതെ സാമ്പത്തികമായിട്ടുള്ള എല്ലാവിധ ഇടപാടുകളും വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുവാനും അതുവഴിയുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിനുമുള്ള യോഗമൊക്കെയാണ് കാണുന്നത്. നിങ്ങളുടെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനൊക്കെ ശ്രദ്ധിക്കണം. സാധാരണയായിട്ടുള്ള മാറ്റങ്ങളെപ്പോലും ഗുണാനുഭവങ്ങളിലേക്ക് എത്തിക്കുന്ന സമയമാണ് എന്നതാണ് ബുധൻ്റെ അസ്തമയം നൽകുന്ന ഈ മാറ്റം. മിഥുനം കഴിഞ്ഞാൽ പിന്നെ നേട്ടമുണ്ടാകുന്നത് കന്നി രാശിക്കാർക്കാണ്. കന്നിക്കൂറിൽ ജനിച്ചിട്ടുള്ള 3 നക്ഷത്രമായ ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിരയുടെ 1, 2 പാദം, ഈ 3 നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ബുധൻ്റെ അസ്തമയം സാമ്പത്തികമായിട്ടുള്ള സന്തുലിതാവസ്ഥയും നേട്ടങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതാണ്. പലപ്പോഴും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ കാര്യങ്ങളിലും സന്തോഷവും സമാധാനവുമൊക്കെ കൊണ്ടുവരുന്നതിന് സഹായിക്കും. പലവിധ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ എന്തുകൊണ്ടും അനുകൂലമായൊരു സമയമാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. കടബാധ്യതകളെല്ലാം തന്നെ ഇല്ലാതാവും. മറ്റുള്ളവരുടെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നത് മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തതായി ഗുണം ലഭിക്കാൻ പോകുന്നത് തുലാം രാശിയിൽ വരുന്ന 3 നക്ഷത്രങ്ങളാണ്. അതായത് ചിത്തിരയുടെ 3, 4 പാദം, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദം ചേർന്ന തുലാക്കൂറുകാർക്ക് ക്രിയാത്മകമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും. സമൂഹത്തിൽ നിന്ന് അംഗീകാരവും ആദരവുമൊക്കെ തേടിയെത്തുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ സഫലമാകും. ജോലിയിലൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും. മക്കളോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയും. സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതമൊക്കെ ഉണ്ടാകും. ശുഭകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ ഈ സമയത്ത് സംഭവിക്കും. മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ കുടുംബത്തോടൊപ്പം തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുകയും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തതായി ഗുണം ലഭിക്കാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാരാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1 പാദം. ഈ നക്ഷത്രക്കാർക്ക് ബുധൻ്റെ അസ്തമയകാലം പലപ്പോഴും കഠിന അധ്വാനത്തിൻ്റെ ഫലം നൽകും. ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത്. ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ അനുകൂലമായിട്ടൊക്കെ ഭവിക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എപ്പോഴും നിലനിൽക്കും. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനായി സാധിക്കും.
പ്രയോജനകരമായ മാറ്റങ്ങളാണ് നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തതായി ഗുണം ലഭിക്കുന്ന ഒരു രാശിയാണ് കുംഭം. ഈ കുംഭക്കൂറിൽ വരുന്ന 3 നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 3, 4 പാദം, ചതയം, പൂരോരുട്ടാതിയുടെ 1, 2, 3 പാദം. ഈ 3 നക്ഷത്രക്കാർക്ക് ബുധൻ്റെ അസ്തമയത്താൽ പലപ്പോഴും തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാവും. അത് നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി അനുകൂലമായി വരും. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയം തന്നെയാണ്. ജോലിയിൽ പുതിയ അവസരങ്ങളൊക്കെ തേടിയെത്തും. അത് എല്ലാം തന്നെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങളെയും കൊണ്ടുവരും. ഈ മുകളിൽ പറഞ്ഞ 5 രാശിയിൽ വരുന്ന 15 നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ മാറ്റങ്ങളൊക്കെ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ചാരവശാലുള്ള ബുധൻ്റെ ഗ്രഹസ്ഥിതി കൊണ്ടുള്ള പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഈ പറഞ്ഞ ബുധൻ ബലവാനാണെങ്കിൽ തീർച്ചയായും മുകളിൽ പറഞ്ഞ എല്ലാ ഫലങ്ങളും അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ജ്യോതിഷ പഠനത്തിനുമൊക്കെ ഞങ്ങളുടെ സ്ഥാപനമായ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.